പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 2 ശനി. അപ്പസ്തോല പ്രവൃത്തികൾ 1 അധ്യായം 14 വാക്യം. എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അവരുടെ ഗുരുവായ യേശു ഇനി അവരോടൊപ്പമില്ല. മുന്നിലുള്ളതായ ദൗത്യം വലിയതാ, പക്ഷേ വഴി വ്യക്തമല്ല. അങ്ങനെ ഒരു അനിശ്ചിതത്വത്തിന്റെ സമയത്തും അവർ ഭയന്ന് ചിതറിപ്പോയില്ല. പകരം അവർ ഒന്നിച്ച് കൂടിയിരിക്കുകയാണ്. ഒരു മനസ്സോടെ പ്രാർത്ഥനയിലും അപേക്ഷയിലും സ്ഥിരമായി നിൽക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമായിരുന്നില്ല. അവരുടെ ആത്മീയ ശക്തിയുടെ രഹസ്യം ഇതായിരുന്നു. ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്: ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുന്നു എന്ന്. ശിഷ്യന്മാർക്ക് പലവിധ വ്യത്യാസങ്ങളും പശ്ചാത്തലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ അവയെല്ലാം മറന്ന് ഒരേ മനസ്സോടെ ദൈവത്തെ തേടി. അവർ തങ്ങളുടെ ഭയങ്ങളും ആശങ്കകളും ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വേഗത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചില്ല. അവർ ആദ്യം കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സമയത്തെ പ്രതീക്ഷിച്ചു. ഇതൊരു വലിയ ഗൗരവമുള്ള ഒരു സത്യത്തിലേക്കാണ് നയിക്കുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് എന്ന്. അതുപോലെ തന്നെ ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ ഒരേ ലക്ഷ്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് അതിവിശേഷമായ ഒരു ശക്തിയുണ്ട്. ഐക്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം സ്പർശിക്കപ്പെടുന്നു. ശിഷ്യന്മാർ അതിന് സാക്ഷികളാണ്. അവർ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് വന്ന് നിറഞ്ഞു. അവരുടെ ഭയം ധൈര്യമായി മാറി, അവരുടെ ദൗർബല്യം ശക്തിയായി മാറി. പ്രിയരെ, അത് നമ്മുടെ ജീവിതത്തിലും ഈ സത്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നാം പലപ്പോഴും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു, അത് നല്ലതാണ്. പക്ഷെ കുടുംബമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, അതിലൂടെ ശക്തി ലഭിക്കുവാൻ നമുക്കിടയായിത്തീരണം. സഭയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഒറ്റക്കെട്ടായി ദൈവത്തെ തേടാൻ പഠിക്കണം. അതുകൊണ്ട് ഒരു തീരുമാനം നമുക്കെടുക്കാം. കുടുംബങ്ങളിൽ പ്രാർത്ഥനയെ പുനഃസ്ഥാപിക്കാം. ഐക്യത്തോടെ പ്രാർത്ഥിക്കാം. പരസ്പരം ക്ഷമിച്ച് ഒരേ മനസ്സോടെ ദൈവത്തെ തേടാം. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമുക്കറിയാമല്ലോ, ഒരു മനസ്സുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾക്ക് വാതിൽ തുറക്കുമെന്ന്. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ശിഷ്യന്മാരുടെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നത് വലിയ അനുഗ്രഹങ്ങൾക്ക് മുൻപ് വലിയ പ്രാർത്ഥനയും ഐക്യവും ആവശ്യമാണ് എന്നതാണ്. നാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവം നമ്മെ ഉപയോഗിച്ച് മഹത്തായ കാര്യങ്ങൾ നടത്തും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിനയത്തോടെ കടന്നു വരുന്നു. ശിഷ്യന്മാരെ പോലെ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ ഭിന്നതകളെയും നീക്കണമേ. ഐക്യത്തിലും സ്നേഹത്തിലും ഞങ്ങളെ കൂട്ടിക്കൊള്ളണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.